വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെ. യേശു ശാബത്തിൽ ഒരു സുനഗോഗിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനിയായിരുന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. അവളെ കൊണ്ട് യേശു വിളിച്ചു. അവളുടെ മേൽ കൈവച്ച് അവളോട്, സ്ത്രീയെ, നീ നിന്റെ രോഗത്തിൽ നിന്ന് മോചിതയായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൾ നിവരുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. എന്നാൽ യേശു ശാബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് സുന്നഗോഗ് പ്രമാണി കോപിച്ച് ജനങ്ങളോട്, വേല ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്, ആ ദിവസങ്ങളിലൊന്ന് സുഖം പ്രാപിക്കുവിൻ, ശാബത്തിൽ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, കപടഭക്ത, നിങ്ങൾ ഓരോരുവരും ശാബത്തിൽ തൻ്റെ കാളയെയോ കഴുതയെയോ തൊഴുത്തിൽ നിന്ന് അഴിച്ച് കൊണ്ടുപോയി കുടിപ്പിക്കുന്നില്ലയോ? അബ്രഹാമിൻ്റെ സന്തതിയും 18 സംവത്സരമായ അൽക്കർസായാൽ ബന്ധിതയുമായ ഇവളെ ശാബത്ത് ദിവസം ഈ ബന്ധനത്തിൽ നിന്നും അഴിച്ചുവിടുന്നത് ന്യായമല്ലയോ? അവനിങ്ങനെ പറഞ്ഞപ്പോൾ വിരോധികളെല്ലാം ലജ്ജിച്ചു. ജനമെല്ലാം അവൻ മൂലം നടന്നുകൊണ്ടിരുന്നതായ സകല അത്ഭുതങ്ങളിലും സന്തോഷിച്ചു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 10. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനമെന്നും എന്നോട് പറഞ്ഞു. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിനെ അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹപ്രത്യനത്രേ. ദൈവത്തെ നമസ്കരിക്കുക. യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സന്തതി ഉണ്ടായിരിക്കട്ടെ. കർത്താവിനെ സ്നേഹിക്കപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ നോയമ്പിന്റെ വലിയ നോയമ്പിന്റെ 5-ാം ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് വായിക്കേണ്ട വേദഭാഗം ഒരിക്കലും കൂടെ വായിച്ചു. കഴിഞ്ഞ ദിവസം നമുക്ക് അവധിയായിരുന്നതുകൊണ്ട് നമ്മുടെ ഇടവപ്പള്ളികളിൽ പോയി ഈ വേദഭാഗം വായിക്കുന്നത് കേട്ടിട്ട് സങ്കേത ഭവനത്തിൽ നമ്മളെത്തി. നമ്മുടെ പഞ്ചദിന ധ്യാനം സമാഹരിക്കുവാൻ ഇനിയും ആ തിരുവചനത്തിൽ നിന്ന് എന്തെങ്കിലും സന്ദേശങ്ങൾ കൊണ്ടുപോകാൻ നോക്കാൻ, നമ്മുടെ മുൻ പതിവനുസരിച്ച് ശേഷിച്ച കഷ്ണങ്ങൾ പേർക്കാൻ വേണ്ടി കൂനിയായ സ്ത്രീയെ സുഖപ്പെടുത്തിയ സംഭവത്തിൽ നിന്ന് ഇനി എന്തെങ്കിലും സന്ദേശങ്ങൾ കിട്ടാനുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. വിശുദ്ധ ലൂക്കോസ് 13-ാം അധ്യായത്തിന്റെ 10 മുതൽ 17 വരെയുള്ള വേദഭാഗത്തിൽ കർത്താവ് കൂനിയായ സ്ത്രീയോ സൗഖ്യമാക്കുന്ന സാഹചര്യത്തിൽ ഉള്ള ചില പ്രസ്താവനകളിൽ നിന്ന് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില ആത്മീയ സത്യങ്ങൾ നമുക്ക് ഉരുത്തിരിഞ്ഞു വരുന്നത് ഏറ്റെടുത്ത് നമ്മുടെ അനുദിന ജീവിതം കുറെ കൂടെ ധന്യമാക്കുവാൻ, അത് കർത്താവിൽ സ്വതന്ത്രമായി ജീവിക്കുവാൻ മുഖാന്തരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ തിരുവചനത്തിൽ ഈ ബന്ധനത്തിൽ നിന്ന്, ശാബത്ത് ദിവസം ഈ ബന്ധനത്തിൽ നിന്ന് ആകൽക്കർസായാൽ ബന്ധിതയുമായ ഇവളെ അഴിച്ചുവിടുന്നത് ന്യായമല്ലയോ എന്ന് ചോദിച്ചു. ഇപ്പൊ ശാബത്ത് ദിവസത്തിലെ ആരാധനയുടെ ഉദ്ദേശം ആകൽക്കർസായാൽ ബന്ധിതമായവരെ അഴിച്ചുവിടുന്ന പരിപാടിയാണ് ഓരോ ആരാധന സ്ഥലത്തും നടക്കേണ്ടത് എന്നുള്ള കാര്യം പഠിപ്പിച്ചിരിക്കുന്നു. കർത്താവ് ഒരു ശനിയാഴ്ച ദിവസം അവിടെ പോയി പ്രാർത്ഥിച്ചപ്പോൾ ആകൽക്കർസായാൽ ബന്ധിതയായ ഒരു സ്ത്രീ കൂര് പിടിച്ച് അവിടെ ഇരിക്കുന്നു. അവൾ ആരാധനയ്ക്ക് വന്നതേ ഉള്ളൂ, കൂന് മാറ്റണമെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ അവിടെ കൂനും ഇരിപ്പും കണ്ടപ്പോൾ ഈ കൂനിയായ സ്ത്രീയെ വെച്ചുകൊണ്ട് ആരാധന തുടരുന്നത് ദൈവം തമ്പുരാന്റെ മാനക്കേടാ അല്ലേ? ദൈവം തമ്പുരാനെ ആരാധിക്കുന്നവർ അവർ നല്ലവണ്ണം ഇരുന്നു നിന്നും മുകളിലോട്ട് നോക്കിയും കീഴോട്ട് നോക്കിയൊക്കെ കർത്താവിനെ ആരാധിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ കർത്താവിന്റെ ആവശ്യമായിട്ട് തീർന്നു ഈ ആരാധിക്കാൻ വന്നിരിക്കുന്ന കൂനിയെ നോക്കേണ്ടത്, അവളുടെ ബന്ധനം അഴിക്കേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പൊ ആരാധനയുടെ ലാഹ് ഇതാണ്, ബന്ധനങ്ങൾ അഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ ആരാധനയെങ്കിൽ. അപ്പൊ ആരാധനയിൽ നടക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണ് ബന്ധനം അഴിക്കൽ. അപ്പൊ ഈ ബന്ധനം പല വഴികളിൽ കൂടെ വരും. അത് ആരാധനയിൽ എങ്ങനെ അഴിയുന്നു? നമുക്ക് വന്ന ബന്ധനങ്ങൾ ഇതിലേക്കൂടെ വന്നു, ആരാധനയിൽ അഴിയുന്നുണ്ടോ? ആരാധനയിൽ ബന്ധനം അഴിയുന്നതിന് എന്താ തടസ്സം? യേശു നമ്മുടെ ബന്ധനം അഴിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ആരാധിക്കണം, എങ്ങനെ പ്രതികരിക്കണം എന്നൊക്കെയും പഠിക്കുവാൻ ഈ നോയമ്പിന്റെ 5-ാം ഞായറാഴ്ച അത് പ്രസക്തമായതുകൊണ്ടാണ് വീണ്ടും ആ വേദഭാവം വായിച്ചിരിക്കുന്നത്. ബന്ധനം എന്നുള്ള ഒരു വിഷയം
ഈ ധ്യാന മന്ദിരത്തിൽ, ഈ സങ്കേത ഭവനത്തിൽ വളരെ പ്രസക്തമായി കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ്. നിങ്ങൾ ഏത് കാര്യവുമായിട്ട് ഇവിടെ വന്നാലും ദൈവസന്നിധിയിൽ ചോദിക്കുന്ന ഇവർക്ക് എത്ര ബന്ധനമുണ്ടെന്നാണ്. ആ ബന്ധനത്തിന് ഇനം തിരിച്ചിട്ടുണ്ട്: സ്വയബന്ധനം, പരബന്ധനം, ദൃശ്യബന്ധനം, അദൃശ്യബന്ധനം. നിങ്ങൾക്ക് പലതരം ബന്ധനങ്ങളുണ്ട്. ആ ബന്ധനങ്ങൾ എല്ലാ തരക്കാർക്കും ഉണ്ട്. ജഡീകർക്കും പ്രാകൃതർക്കും ആത്മീയർക്കും എല്ലാം പലതരത്തിൽ ബന്ധനങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഈ ബന്ധനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ഈ ബന്ധനം എങ്ങനെ വന്നെന്ന് തിരിച്ചറിയുന്നുണ്ടോ? അതും പഠന വിഷയമാണ്. ആരാധനയ്ക്ക് 18 കൊല്ലമായിട്ട് ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു കൂനിയായ സ്ത്രീ, കൂനുണ്ടായിട്ടും ആരാധന മുടക്കിയില്ല. ആരാധന തുറന്നുകൊണ്ടേയിരുന്നു. ആർക്കും ഇടർച്ച വരാതിരിക്കാൻ പുറയിൽ മൂലയിൽ അങ്ങനെ പോയിരുന്നു കാണും, അല്ലേ? എന്നെ കൊണ്ട് ആർക്കും ശല്യം വേണ്ട, എന്നെ കണ്ടിട്ട് ആരും വിഷമിക്കുകയും വേണ്ട, ആർക്കും വേണ്ടാത്ത ഏതെങ്കിലും മൂലയിൽ കയറിയിരുന്ന് അവിടെ ഞാൻ ആരാധിച്ച് വെച്ച് പോകുമായിരുന്നു. അപ്പോൾ അതിനെന്തെങ്കിലും കാര്യം കാണും. ആരെങ്കിലും കെട്ടിയതാണെങ്കിൽ ആരെങ്കിലും അഴിക്കട്ടെ എന്ന് വിചാരിച്ചവൾ ആരാധന ഇങ്ങ് തുടർന്നു. അപ്പൊ ബന്ധനത്തിന്റെ പുറയിൽ ആരുടെയൊക്കെ കൈകൾ കാണും. കറുത്ത പല കൈകളുണ്ട്. ബന്ധനങ്ങളുടെ പുറയിൽ കറുത്ത ചില കരങ്ങളുണ്ടായിരിക്കും. അത് ചില വെളുത്ത കരം കൊണ്ട് മാത്രമേ അഴിക്കാനൊക്കെ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അന്ധകാര ശക്തികൾക്ക് നമ്മളെ ബന്ധിക്കാൻ കഴിയുമെങ്കിൽ പ്രകാശത്തിന്റെ ശക്തികൾക്ക് അതിനെ അഴിക്കാനൊക്കെ ഉള്ളൂ. അപ്പൊ അന്ധകാരവും പ്രകാശവും നിറഞ്ഞതാണ് ഈ ലോകം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അന്ധകാരത്തിനോ പ്രകാശത്തിനോ കൂട്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. അജ്ഞത കൊണ്ടും ബലഹീനത കൊണ്ടും വിദ്യാബോധം കൊണ്ടും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടും അറിഞ്ഞോ അറിയാതെയൊക്കെയും നമ്മളെ കെട്ടാനുള്ള കയറ് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്തുവന്നിരിക്കും. വിശുദ്ധനായ അപ്രയം അങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്: നമ്മളെ കെട്ടുന്ന കയറ് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ അറിയുന്നില്ല. കയറായിട്ടല്ലെന്ന് മാത്രം. കയറുണ്ടാക്കുന്ന ചകിരിത്തുരുമ്പ് കൊണ്ടുണ്ടാകും. ഒരു ചകിരിത്തുരുമ്പിൽ നമ്മളെ കെട്ടാൻ ഒക്കുകയില്ല. പക്ഷെ അനേക ചകിരിത്തുരുമ്പുകൾ ചേർന്നാൽ ഒരു കൊച്ചു കയറുണ്ടാവും. അനേക കൊച്ചു കയറുകൾ ചേർന്നാൽ ഒരു വടം ഉണ്ടാവും. ആ വടം കൊണ്ട് ഒരു വൃക്ഷത്തെ വലിച്ചു താഴിടാൻ വരെ സാധിക്കും. നമ്മൾ വളരെ നിസ്സാരമെന്ന് വിചാരിക്കുന്ന ചകിരിത്തുരുമ്പുകൾ കുറെ എണ്ണം വർദ്ധിച്ചു കഴിയുമ്പോൾ അത് കയറുണ്ടാക്കാൻ കഴിവുള്ള സാധനമാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. നമ്മുടെ ജീവിതത്തിലെ അന്ധകാരത്തിന് അവകാശമുള്ള ഓരോ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും ചകിരിത്തുരുമ്പ് പോലെ നമ്മളിന്ന് പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചകിരിത്തുരുമ്പ് പോലെ നമ്മളിന്ന് പൊഴിയുന്ന വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും ആഗ്രഹങ്ങളും എല്ലാം നമ്മുടെ ശക്തിയെ ചോർത്തിക്കളഞ്ഞിട്ട് നമ്മുടെ പുറകെ ഇങ്ങനെ ചകിരിത്തുരുമ്പ് പൊഴിയുന്നുണ്ട്. പിശാച് പുറകെ നിന്ന് പെറുക്കും. പെറുക്കി കൊണ്ട് ഫാക്ടറിക്ക് കൊണ്ടുപോയി, കയർ ഫാക്ടറിക്ക് കൊണ്ടുപോയി അവന് കയറുണ്ടാക്കി കൊണ്ടുപോയി. ചകിരി കൊണ്ടാണ് കയറുണ്ടാക്കുന്നില്ലേ? തൊണ്ട് തല്ലി അതിന്റെ ചകിരിയൊക്കെ വേർപെടുത്തി അത് വിരിച്ചാണ് കയറുണ്ടാക്കുന്നത്. ഇതുപോലെ നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിൽ ചകിരി പോലെ നമ്മിൽ നിന്ന് വേർപെടുന്ന വശമുണ്ട്. ചകിരി എന്ന് പറയുന്ന സാധനം എപ്പോഴാണ് വേർപെടുന്നത്? തേങ്ങ പൊതിച്ച് കഴിയുമ്പോൾ തേങ്ങ വളരാൻ ഈ ചകിരിയും തൊണ്ടും ഒക്കെ വേണം. പക്ഷേ തേങ്ങ അരയ്ക്കേണ്ട ദിവസം ആകുമ്പോഴത്തേക്ക് തൊണ്ടിന് ആവശ്യമില്ലാതാകും. തൊണ്ടിനെ മാറ്റും. പിന്നെ ചിരട്ടയാവും. പിന്നെ ചിരട്ട പൊട്ടിക്കും. തേങ്ങ ചരട്ടി കഴിഞ്ഞാൽ ചിരട്ടയും വേണ്ട. പക്ഷേ ആവശ്യപ്പെടുന്ന വരെ ഇതൊക്കെ ആവശ്യവുമാണ്. അപ്പൊ ഈ തേങ്ങ നമ്മുടെ ആവശ്യത്തിന് ദൈവം സൃഷ്ടിച്ചതാണ്. തേങ്ങ നമ്മൾ ഉപയോഗിക്കുന്നത് വരെ അതിനെ സൂക്ഷിച്ചു വെക്കാനും അതിനെ വളർത്താനുമാണ് ഈ തൊണ്ടും ചിരട്ടയൊക്കെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. സമയമാകുമ്പോൾ ഇതൊക്കെ വഴിമാറി കൊടുക്കണം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വയവും നമ്മുടെ ജഡവും ഒക്കെ നമ്മുടെ കൂടപ്പുറപ്പുകളാണ്. അവ ഇല്ലാതെ വളരാൻ ഒക്കുകയില്ല. തൊണ്ടും ചിരട്ടയില്ലാതെ തേങ്ങ വളരുമോ? ഇല്ല. തൊണ്ടും ചിരട്ട ഉള്ളതുകൊണ്ടാണ് തേങ്ങ വളർന്ന് വെള്ളമൊക്കെ അതിനകത്ത് സൂക്ഷിച്ചു വെച്ച് അതിങ്ങനെ തേങ്ങായിട്ടിരിക്കുക. അവിടേക്ക് അതിന് ആവശ്യമുള്ളപ്പോഴാണ് തൊണ്ട് മാറ്റുന്നത്, ചിരട്ട മാറ്റുന്നത്. ഇതുപോലെ നമ്മൾ പിറന്നു വീണപ്പോൾ ഇങ്ങനെ തൊണ്ടും ചിരട്ടയൊക്കെ ആയിട്ടാണ് പിറന്നത്. പക്ഷെ കർത്താവിന് ആവശ്യമുള്ളപ്പോൾ ഇത് മാറിക്കൊടുക്കണം. വേണ്ട, നമ്മളിൽ നിന്ന് വേർപെടുന്നതായ ആ തൊണ്ട് അത് തല്ലി അതിൻ്റെ നാരെടുത്ത് കയറുണ്ടാക്കിയ നല്ല പല കാര്യങ്ങളും കയറ് കൊള്ളാം, വെള്ളം കോരാൻ കൊള്ളാം, പല കാര്യങ്ങൾക്ക് കൊള്ളാവുന്നതാണ് ഈ കയറ്. ഇത് കെട്ടാനും കൊള്ളാം, ഇല്ലേ? ബന്ധിക്കാനും കൊള്ളാം. അതുകൊണ്ട് ഈ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന അല്ലെങ്കിൽ വേർപെടുത്തി കളയുന്ന എനർജി ഈസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന തത്വപ്രകാരം അതില്ലാതാകുന്നില്ല. അപ്പൊ തേങ്ങായിൽ നിന്ന് തൊണ്ട് വേർപെടുത്തിയാലും അതില്ലാതാകുന്നില്ല. ചിരട്ടയിൽ നിന്ന് മാറിയെന്നേ ഉള്ളൂ. അതെവിടെയിലിട്ടേക്കും. അത് കയർ ഫാക്ടറിക്കാർ വന്ന് നിലപ്പെടുത്തുകൊണ്ട് തല്ലിച്ചതച്ച് കയറുണ്ടാക്കിയെന്നിരിക്കും. കുറെ ഉണങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ അടുപ്പിനകത്ത് വെച്ച് തീ ഉണ്ടാക്കിയെന്നിരിക്കും. തൊണ്ടിന് പല ഉപയോഗമുണ്ട്, ഇല്ലേ?
അപ്പോൾ തൊണ്ട് വേർപെട്ടാലും അതിന് പിന്നെയും ഉപയോഗമുണ്ട്, ആവശ്യക്കാരുണ്ട്, ആവശ്യങ്ങളുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ തൊണ്ടും ചിരട്ടയും പോലെ വളർന്നു വന്നതും നമ്മളെ സഹായിച്ചതുമായ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും കർത്താവിന് നമ്മളെ ആവശ്യമുള്ളപ്പോൾ നമ്മളിൽ നിന്ന് വേർപെടുത്തേണ്ടതാണ് ഈ സ്വയവും ജഡവും. സ്വയവും ജഡവും മാറ്റിയാലേ കർത്താവ് നമ്മളെ ഉപയോഗിക്കാനൊക്കെ ഉള്ളൂ. തൊണ്ടും ചിരട്ടയും മാറ്റാതെ തേങ്ങ തിന്നാനും പോവും, തേങ്ങ അരയ്ക്കാനും പോവും, തേങ്ങ കൊത്തിയിടാനും പോവും, ഇതൊന്നും ഒക്കെയില്ല ഇല്ലേ? എന്നാൽ അതുവരെ തൊണ്ടും ചിരട്ട ഇല്ലെങ്കിൽ രീതിയായി പോവുകയും ചെയ്യും. ഇതുപോലെ നമ്മുടെ മാതാപിതാക്കൾ ജനിച്ചിരിക്കുന്ന ഒന്നാം ജനനത്തിലെ കൂടപ്പറപ്പാണ് സ്വയവും ജഡവും. ആ സ്വയവും ജഡവും കൊണ്ട് നമ്മൾ വളർന്ന് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ഈ തേങ്ങ കൊണ്ട് ആർക്ക് കൊടുക്കണം? ഒടേക്കാരന് കൊടുക്കണം. ഒടേക്കാരൻ ആരാ? കർത്താവ്. കർത്താവിന് വെള്ളയപ്പം ചുടാനും മപ്പാസ് വെക്കാനും ഇറച്ചിക്ക് പൊത്തിയിടാനൊക്കെയാണ് ഈ തേങ്ങ. അത് ആവശ്യമാകുമ്പോൾ കർത്താവ് തൊണ്ടും ചേട്ടയൊക്കെ മാറ്റി ചെയ്തോളും. എന്താ? പക്ഷെ അതിന് മുമ്പായാൽ ഒടേക്കാരന് കിട്ടാതെ പോകും, ചീത്തയായി പോകും. അപ്പൊ കൃത്യസമയത്ത് പ്രയോജനപ്പെടാൻ വേണ്ടി നമ്മുടെ സ്വയവും ജഡവും നമ്മളെ കർത്താവിന് വേണ്ടി വേർതിരിച്ച് മാറ്റി വെക്കാനുള്ളതാണ്. കർത്താവ് നമ്മളെ സമർപ്പിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ തൊണ്ടും ചിരട്ടയും മാറ്റി നമ്മുടെ സത്തെടുത്ത് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറ്റത്തക്കതായ ആഹാരമായി മാറുകയാണ്. തേങ്ങ ചിരണ്ടി അത് പിഴിഞ്ഞ് അത് കറിയാക്കി അത് ചോറുമായിട്ടൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ദഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കഴിച്ചയാളിനെ അസ്ഥിയും മാംസമായിട്ടൊന്ന് മാറുകയാണ്. ഇങ്ങനെ യേശുവിൻ്റെ അസ്ഥിയും മാംസമായിട്ട് മാറണമെങ്കിൽ നമ്മുടെ ഒന്നാം ജനത്തിൽ കിട്ടിയിരിക്കുന്ന സ്വയവും ജഡവും കൃത്യസമയത്ത് സമർപ്പിക്കപ്പെട്ടിട്ട് വേർതിരിക്കപ്പെട്ടിട്ട് അത് കർത്താവിൻ്റെ വേലയ്ക്ക് പ്രയോജനപ്പെടാനായിട്ട് വിട്ടുകൊടുക്കണം. ഇന്നലത്തെ മറ്റൊരു വിഷയമാണ് റോമാലേഖനം 12-ാം അധ്യായം. നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിരിക്കണം. അപ്പോൾ അടുക്കളയിൽ ആവശ്യമുള്ള അല്ലെങ്കിൽ ആഹാരപാനീയങ്ങൾക്ക് ചേർക്കേണ്ടതായ തേങ്ങ ആ വീട്ടുകാരത്തേക്ക് ഉപയോഗിക്കാൻ പറ്റിയ തരത്തിൽ വീട്ടുകാരൻ പൊതിച്ച് പരുവത്തിന് കൊണ്ട് കൊടുത്താൽ വലിയ സന്തോഷമായിരിക്കും, ഇല്ലേ? അപ്പൊ പൊതിച്ച് നോക്കുമ്പോൾ അത് പേട്ട് തേങ്ങ ആണെങ്കിൽ എന്തൊരു സങ്കടമായിരിക്കുമല്ലോ. ചിലപ്പോൾ പേട്ട് തേങ്ങ ആയിപ്പോകും. അപ്പൊ നമ്മളെ വലിയ കാര്യത്തിൽ കർത്താവ് പൊട്ടിച്ച് നോക്കുമ്പോൾ പേട്ട് തേങ്ങ ആയി പോയാൽ കർത്താവിന് എന്തൊരു സങ്കടമായിരിക്കില്ലേ? അപ്പൊ കർത്താവിന് പ്രയോജനപ്പെടത്തക്ക തരത്തിൽ നല്ല തേങ്ങ ആയിട്ട് സ്വയവും ജഡവും ഒക്കെ കർത്താവിന് വേണ്ടി മാറാനുള്ളതാണ് മാറ്റേണ്ടപ്പോൾ കർത്താവ് മാറ്റിക്കോട്ടെ. അപ്പോൾ നമ്മളിന്ന് വേദനിക്കപ്പെടുന്നതായ സ്വയവും ജഡവും കയറുണ്ടാക്കാൻ കൊള്ളാവുന്ന സാധനമുള്ളതാണ്. അതിന് അന്ധകാരത്തിന്റെ അംശങ്ങളും ഉണ്ട്. ലോകത്തിലുണ്ടായതാണ് ഈ തേങ്ങ. ലോകത്തിന്റെ അംശം അതിനകത്തുണ്ട്. ലോകത്തിന്റെ പിശാചിന്റെ ഒക്കെ അംശങ്ങൾ അതിനകത്തുണ്ട്. സർവ്വലോകവും ദുഷ്ടന്റെ അതിൽ കിടക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ ഇതുപോലെ നമ്മുടെ സ്വയത്തിലും ജഡത്തിലും പിശാചിന് ഒളിപ്പിടങ്ങളുണ്ട്. അതുകൊണ്ടാണ് ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിനുള്ള പ്രസാദ യാഗമായി സമർപ്പിക്കണം എന്ന് പറഞ്ഞത്. യാഗമായി സമർപ്പിച്ചപ്പോൾ നമ്മുടേതല്ലത്. യാഗത്തിന്റെ പ്രത്യേകത എന്താ? തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞാണോ യാഗം കഴിക്കുന്നത്? യാഗം കഴിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി അത് ആർക്ക് കൊടുത്തോ ആളിൻ്റെതാ. പിന്നെ അങ്ങനെ നമ്മുടെ ശരീരം ഒന്നാം ജനനത്തിൽ മാതാപിതാക്കളിൽ നിന്ന് കിട്ടി. അത് യേശുവിന്റെ വകയായിരുന്നു, യേശുവിന് വേണ്ടിയായിരുന്നു. പ്രായപൂർത്തിയായപ്പോൾ ആ നമ്മുടെ സ്വയത്തെയും ജഡത്തെയും നമ്മുടെ ജീവിതത്തെയും എല്ലാം ഒടേക്കാരന് കാഴ്ചവെച്ചു. കർത്താവ് വേണ്ടാത്തത് കളഞ്ഞേച്ച് വേണ്ടിയത് എടുക്കും. കളയുന്ന സാധനം എടുക്കാൻ ആളുണ്ട്. തൊണ്ട് വലിച്ചെറിഞ്ഞാലേ കയറുണ്ടാക്കുന്ന അമരിക്കാരൻ അതെല്ലാം പെറുകിക്കൊണ്ട് പോകും. അപ്പൊ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മിൽ നിന്ന് വേർപെട്ടതായ സ്വയത്തിന്റെയും ജഡത്തിന്റെയും ചിന്തകൾ അത് പിശാചിന്റെ കിട്ടിയാൽ നമ്മളെ കെട്ടാനുള്ള കയറായിട്ട് ഉപയോഗിക്കും. അത് ദൈവരാജ്യത്തിന്റെ ഫാക്ടറിയിലേക്ക് പോയാൽ അത് വേറെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. വെള്ളം കോരാനുള്ള കയറായിട്ടും അല്ലെങ്കിൽ കൊടി കെട്ടാനൊക്കെ ഉപയോഗിക്കാം. കൊടി കൃഷിക്കാർക്ക് കൊടി കയറാനായിട്ട് കയറ് കെട്ടിക്കൊടുക്കണം, അല്ലേ? പലതരം കൊടിയുണ്ട്. വെറ്റക്കൊടിയുണ്ട്, പിന്നെ മുളക് കൊടിയുണ്ട്, പലതരം കൊടികളുണ്ട്, അല്ലേ? കൊടിക്ക് അത് പിടിച്ച് കയറാനായിട്ട് കയറ് കെട്ടിക്കൊടുക്കണം. അപ്പൊ ഇത് ദൈവരാജ്യത്തിന്റെ ആവശ്യത്തിന് ഈ കയറ് കൊള്ളാം. നമ്മുടെ ശത്രുക്കൾ നമ്മളെ കെട്ടാനും കൊള്ളാം. തൊണ്ട് ചുമ്മാ വലിച്ചെറിഞ്ഞാക്കരുത്. ചുമ്മാ വലിച്ചെറിഞ്ഞാൽ ആരും കൊണ്ടുപോകും. പിശാചിന്റെ ഫാക്ടറിക്കാര്, കയറുണ്ടാക്കുന്ന ഫാക്ടറിക്കാരുണ്ട്, നമ്മളെ കിട്ടും. നമ്മുടെ തൊണ്ടുകൊണ്ട് ഉണ്ടാക്കുന്ന കയറിന്മേൽ ഇത് നിങ്ങളുടെ തൊണ്ടുകൊണ്ട് ഉണ്ടാക്കിയ കയറാ, നിങ്ങളെ ഞാൻ കിട്ടുമെന്ന് പറയും. കേസ് കൊടുക്കുന്ന തൊണ്ടി സഹിതമാണ് കേസ് കൊടുക്കുന്നത്. എന്താ? നമ്മളുടെ തൊണ്ട് നമ്മൾ നല്ല കാര്യത്തിന് കയറാക്കി വെള്ളം കോരാൻ ഉപയോഗിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ കൃഷിക്ക് ഉപയോഗിച്ചില്ല എങ്കിൽ പിശാച് കൊണ്ടുപോയി നമ്മളെ കെട്ടുന്ന കയറായിട്ട് തിരിച്ചു കൊണ്ടുവരും. അങ്ങനെയാ ഗ്രഹപ്പഴ സന്ധി ഉണ്ടാകുന്നത്. ശനിദശ ഗ്രഹപ്പഴ സന്ധി എന്നൊക്കെ പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് പിറക്കുന്ന തൊണ്ടെല്ലാം കൂടെ കൊണ്ടുപോയി ഒത്തിരി നാൾ കഴിയുമ്പോൾ ഒത്തിരി കയറൊക്കെ ആക്കി കഴിയുമ്പോൾ സ്വർഗ്ഗകോടതിയിൽ കൊണ്ടൊരു കേസം കൊടുക്കുന്നത്, ഇന്ന വീട്ടിൽ നിന്ന് കിട്ടിയ ചകരിത്തുരുമ്പ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ കയറ്. അത് കഴിഞ്ഞ് 7 കൊല്ലം ഞാൻ ശേഖരിച്ച് വെച്ചിരുന്നതാണ്. അതുകൊണ്ട് ഇത്രയും നീളമുള്ള ഒരു കയറിൻ്റെ ഉണ്ട്.
ഞാൻ ആ കാര്യം കൊണ്ട് ഇവരെ കെട്ടാൻ പോവാ, ചുറ്റാൻ പോവാന്ന് പറഞ്ഞാൽ തൊണ്ടി സഹിതം കൊടുത്ത കേസായതുകൊണ്ട് സ്വർഗ്ഗകോടതി അനുവദിക്കും, സമ്മതിച്ചിരിക്കുന്നു. അവർ ഈ തൊണ്ട് ചുമ്മാ വലിച്ചെറിയാതെ അത് നല്ല കാര്യത്തിന് മാറ്റേണ്ടതായിരുന്നു. ശുദ്ധീകരണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. നമ്മുടെ വേസ്റ്റിന് പോലും ഉപയോഗമുണ്ട്, ചുമ്മാ വലിച്ചെറിയരുത്. അർത്ഥം മനസ്സിലായോ? നമ്മുടെ എല്ലാ കാര്യങ്ങളും യഥാസ്ഥാനത്ത് മാറ്റി വെച്ചില്ല എങ്കിൽ ശത്രു എടുത്തുകൊണ്ട് പോകും, അവൻ നമ്മളെ കെട്ടാൻ കൊണ്ടുവരുമെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജനിച്ച മിനിറ്റ് മുതൽ നമ്മൾ വേർപെട്ട എനർജി എല്ലാം സ്വർഗത്തിലെ ദൈവരാജ്യത്തിന്റെ ഫാക്ടറിയിലുണ്ടോ അതോ പിശാചിന്റെ ഫാക്ടറിയിലാണ്? നമ്മൾ അലക്ഷ്യമായി കളഞ്ഞുവിടുന്ന വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിലെ ശക്തി, ജീവൻ മുതലായവ ചകിരിത്തുരുമ്പ് പോലെയോ തൊണ്ട് പോലെയോ നമ്മൾ വേർപെട്ട് അത് നമുക്ക് വേണ്ടാന്ന് തോന്നിയാൽ നമ്മൾ അശ്രദ്ധയോടെ കളയുന്നു എന്ന് കണ്ടാൽ പിശാച് അത് എടുത്തുകൊണ്ട് പോയി അവന്റെ ഫാക്ടറിയിൽ കൊണ്ടുപോയി കെട്ടും. അപ്പൊ നമ്മളെ ബന്ധിച്ചതിന്റെ പുറയിൽ നമുക്കുണ്ട് ഉത്തരവാദിത്വം. നമ്മുടെ തേങ്ങ കൊണ്ട് തന്നെ, നമ്മുടെ തൊണ്ടുകൊണ്ട് തന്നെ ഉണ്ടാക്കി കയറായോണ്ട് അവൻ ഒരു കാലാവധിയുടെ പറയും, ഞാൻ 7 കൊല്ലം കൊണ്ട് ശേഖരിച്ചെടുത്ത കയറുകൊണ്ടാണ്, ആ ചകിരി കൊണ്ടാണ് ഈ കയറുണ്ടായിരിക്കുന്നതെങ്കിൽ അടുത്ത 7 കൊല്ലം ഞാൻ ഇവരെ കെട്ടിയിടും. ഒരു ന്യായമാണ്. അങ്ങനെയാണ് ബന്ധനത്തിന് കാലാവധി വരുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ വേർപെടുന്ന ഒരു വാക്കും ഒരു ചിന്തയും പോലും അസ്ഥാനത്ത് അയോഗ്യമായി പോകാൻ പാടില്ല. ഓരോ വാക്കിനും ന്യായവിധിയുണ്ട്. ഒരു വാക്ക് ഒരു ചകിരിത്തിനും പോലെയാ. പക്ഷെ ഈ ചകിരിത്തിന് ഒത്തിരി ആയി കഴിയുമ്പോൾ ഒരു കയറുണ്ടാക്കാൻ സാധനമായി. അത്രയ്ക്ക് സൂക്ഷ്മതയുള്ളതാണ് ഈ ആത്മലോകം. തലയിലെ ഓരോ മുടിയും എണ്ണപ്പെട്ടിരിക്കുന്നു പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ കൊച്ചു കാര്യം പോലും വിലയേറിയതും പ്രാധാന്യം അർഹിക്കുന്നതുമാണ്. അത് എന്തെങ്കിലും ഉപയോഗമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും ചിന്തയും നീക്കങ്ങളും കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിന്റെ ആലോചന പ്രകാരം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം ശത്രുവിന്റെ വർക്ക്ഷോപ്പിലേക്ക് പോവുക. നമ്മൾ വല്ലതും അറിഞ്ഞോ? നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ആലോചനകളിൽ കൂടെ പിശാചിന് നമ്മളെ കെട്ടാനുള്ള കയറുണ്ടാക്കാൻ എന്തുമാത്രം ചകിരി കൊടുത്തു കാണും? ഒരു കുന്ന് ചകിരി കാണുമ്പോൾ അവനാ ചകിരി എല്ലാം കയറാക്കിക്കൊണ്ടിരിക്കുക. ആ കയറെല്ലാം വടമാക്കിക്കൊണ്ടിരിക്കും. അത് സ്വർഗ്ഗകോടതി കൊണ്ട് കൊടുത്തിട്ടാണ് നമ്മളെ കെട്ടുന്നത്. അപ്പൊ നമ്മളുടെ ബന്ധനം നീണ്ടുപോകുന്നതും അഴിയാത്തതും, ഒരു പറയാൻ കയറുണ്ടാക്കുന്നു, വേറെ പറയാൻ നമ്മളെ കെട്ടുന്നു, നമ്മളതിന്റെ ഇടയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുക. ആരാധനയിലാണ് ഇതിന് വ്യത്യാസം വരുന്നെന്നുള്ളതായ കാര്യം എവിടെ എഴുതിയിരിക്കുന്നറിയാവോ? 107-ാമത്തെ സങ്കീർത്തനത്തിൽ ഇസ്രായേൽക്കാർക്ക് പഴയ നിയമകാലത്ത് ബന്ധനം വന്നത് എങ്ങനെയെന്നും അതെങ്ങനെയാണ് അഴിഞ്ഞതെന്നും സങ്കീർത്തനക്കാരൻ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. 107-ാം സങ്കീർത്തനത്തിന്റെ 10 മുതൽ 14 വരെ വായിച്ചാൽ ബന്ധനങ്ങൾ വരുന്ന വഴി പഠിക്കാൻ അത് സഹായകരമാണ്. അദൃശ്യമായ ബന്ധനങ്ങൾ വരുന്ന വഴി, അതിൽ നമുക്കുള്ള ഉത്തരവാദിത്വം, നമ്മളുമായിട്ടുള്ള ബന്ധം ഇത് തിരിച്ചറിയണമെങ്കിൽ സങ്കീർത്തനങ്ങൾ 107-ന്റെ 10 തൊട്ട് 9 തൊട്ട് വായിച്ചാൽ അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവന് നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. നമുക്ക് നന്മ ചെയ്യാനുള്ള ആർത്തി വേണം. നമ്മുടെ ആർത്തി ഇപ്പൊ എന്തിനു വേണ്ടിയാ? സ്വന്തം ആഗ്രഹം സാധിക്കാൻ, സ്വന്തം മോഹങ്ങൾ സാധിക്കാൻ വേണ്ടിയുള്ള ആർത്തിയാണെങ്കിൽ അതെല്ലാം കറുത്ത ചടായിട്ട് മാറും, കറുത്ത കയറായിട്ട് മാറും. ദൈവ ഇഷ്ടവും ദൈവ ആലോചനയും മാത്രം അനുസരിക്കുന്നവർക്ക് മാത്രമേ നമുക്ക് സ്വതന്ത്രമായി നമ്മുടെ ജീവനശക്തിയും ദൈവരാജ്യത്തിന്റെ പരിപാടിക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ആർത്തി എങ്ങനെയുള്ളതാണ്? 9-ാം വാക്യം 107-ാം സങ്കീർത്തനത്തിലെ അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മുടെ വിശപ്പ് ശാരീരിക വിശപ്പിനേക്കാൾ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു വിശപ്പ് നമുക്ക് വേണം. നന്മ ചെയ്യണം, നന്മ അറിയണം, നന്മ കൊടുക്കണം, നന്മയിൽ വേല ചെയ്യണം എന്നുള്ള ആഗ്രഹം നമുക്ക് വേണം. ഈ ആർത്തിയുള്ളവനെയാണ് കർത്താവ് തൃപ്തിപ്പെടുത്തുന്നത്. നമുക്ക് ഇത്രയും നാളും തൃപ്തി വരാത്തതിന്റെ കാര്യം എന്നാ? നമ്മുടെ ആർത്തി നന്മയ്ക്ക് വേണ്ടിയല്ല, അറിയാതെ തിന്മയ്ക്ക് വേണ്ടിയായിരിക്കാം. ഹവ്വായുടെ ആർത്തി വിലക്കപ്പെട്ട പഴം തിന്നുകയും അടങ്ങുന്നത് അങ്ങനെയുള്ളൂ. പരിഭവത്തോടെ, കൊതിയോടെ, ആർത്തിയോടെ, കൊതിക്കുറവോടെ ദൈവത്തോടും മാതാവിനോടും പരിഭവിച്ച് ഇങ്ങനെ പിറുപിറുത്തോണ്ട് നടക്കുകാരൻ നല്ല ഒന്നാം തരം നടുക്ക് നിൽക്കുന്ന പഴം. എൻ്റെ ആമ്പർന്നവനെ കൊണ്ട് കൊള്ളരുതാ, അവനെ ഒരു കഴകത്തുമില്ല, എനിക്കിത് ആഗ്രഹമാണെന്ന് അറിഞ്ഞിട്ടും അവൻ തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു ഗ്രൂപ്പാണ്, ഞാൻ ഒറ്റയായി. ദൈവം തമ്പുരാനും മാതാവും ഒരു ഗ്രൂപ്പ്, ഞാൻ ഏക. എന്നെ അവരെല്ലാം ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞ പരിഭവത്തോടെ പരാതിയോടെ നടന്നപ്പോൾ അവളുടെ ആർത്തി മുഴുവനും വിലക്കപ്പെട്ടത് കിട്ടണമെന്നുള്ളതായിരുന്നു. അത് പിശാച് കണ്ടെത്തി. പിശാച് അവളുടെ ആഗ്രഹത്തെയും ആർത്തിയെയും മുതലെടുത്ത്, തിന്മയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം പിശാച് മുതലെടുത്ത് അതിൽ ബന്ധനമായി തീർന്നു. പിശാചിന്റെ ആലോചനയും ഹവ്വയുടെ ആലോചനയും കൂടെ ചേർന്നപ്പോൾ ആ പിശാചിനെ ഹവ്വായെ കെട്ടി വലിച്ച് പാതാളം വരെ കൊണ്ടുപോകാൻ ആ ബന്ധനം ഉതകി. എന്നാൽ പരിശുദ്ധ കന്യമറിയാമനെ എനിക്ക് എൻ്റെ ഒരു ഇഷ്ടവും വേണ്ട, ഒരു ആർത്തിയുണ്ട്. ഉറച്ചിരുന്ന കല്യാണമാണെങ്കിലും അങ്ങ് പൊക്കോട്ടെ,
ദൈവ ഇഷ്ടം എന്താണോ അതായിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ മറിയാമിന്റെ ആലോചന മുഴുവനും പരിശുദ്ധാത്മാവിന്റെ നന്മയിൽ, പരിശുദ്ധാത്മാവിന്റെ നിഴലടിയിൽ മനുഷ്യജാതിയെ രക്ഷിക്കുന്ന, ബന്ധനം അഴിക്കുന്ന ദൈവരാജ്യത്തിന്റെ രാജകുമാരനെ എനിക്ക് ഏറ്റുവാങ്ങണം, അത് ഞാൻ എന്തു വേണേലും ഉപേക്ഷിക്കാം, ദൈവേഷ്ടം എന്തായാലും ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ മറിയാമിന് തൃപ്തി കിട്ടി. ആർത്തിയുണ്ടായ, നന്മയ്ക്ക് വേണ്ടി ആർത്തി ഉണ്ടായെന്ന് മറിയാമിന് തൃപ്തി വരുത്തുകയും നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യമറിയാമിനെ നന്മ നിറഞ്ഞ മറിയുമെന്ന് പറയാറുള്ളത്. നന്മ അറിയാൻ എന്താ കാരണം? ആർത്തി നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. അപ്പൊ നമ്മളുടെ ഹൃദയത്തിൽ നന്മയ്ക്ക് വേണ്ടിയുള്ള ആർത്തി എത്രയുണ്ട്, തിന്മയ്ക്ക് വേണ്ടി എത്ര തിരിച്ച് അറിയണ്ട്. ആ നോമ്പിന്റെ 5-ാം വാരത്തിൽ അതിന് ചെക്കപ്പ് തുറന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ എഴുതിക്കോ, എന്റെ കർത്താവ് ഇത്രയും നാൾ ഞാൻ നോമ്പെടുത്തു, എന്റെ ആർത്തിയുടെ ചെക്കപ്പ് നടത്തണം. എന്താ, എനിക്ക് നന്മയ്ക്ക് വേണ്ടിയുള്ള ആർത്തി എത്ര ശതമാനം, തിന്മയ്ക്ക് വേണ്ടിയുള്ള ആർത്തി. വല്യമ്മച്ചിയുടെ സ്വഭാവം സ്വല്പം കാണാതിരിക്കുമോ നിങ്ങളുടെ അഭിപ്രായം? ഏതാ? ഒന്നാം ജനനത്തിൽ അവ്വായുടെ രക്തം നമ്മുടെ ശരീരത്തിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവ്വായുടെ ശരീരമാണ് നമ്മുടെ ശരീരം. അതുകൊണ്ട് വല്യമ്മച്ചിയുടെ സ്വല്പമെങ്കിലും കാണാതിരിക്കുമോ? ഇനി എത്രയുണ്ടെന്ന് അറിഞ്ഞാൽ മതി, ഇല്ലാത്തവരാരും കാണുകയില്ല. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും രക്തത്തിൽ വല്യപ്പന്റെയും വല്യമ്മച്ചിയുടെയും ഈ തിന്മയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം, വിലക്കപ്പെട്ട തിന്മ കിട്ടിയേ അടങ്ങൂ, അത് തരാത്തവരുടെ ഒരു വരവും പരാതിയും വെറുവും അറപ്പുമല്ല. അങ്ങനെയുള്ള ഒരു സ്വഭാവം നമ്മൾ എത്രയുണ്ട് ഈ നോമ്പിൽ കൂടെ അതാണ് സാധിക്കേണ്ടത്. നന്മയോടുള്ള ആഗ്രഹം വർദ്ധിക്കാനും തിന്മയോടുള്ള ആഗ്രഹം കുറയ്ക്കാനുമാണ് നോമ്പ് ഉപവാസം വെച്ചിരിക്കുന്നത്. അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവൻ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. അപ്പോൾ നന്മ കൊണ്ട് ഇതുവരെ നിറയാത്തതിന്റെ കാര്യം എന്നാ? ആർത്തികളിൽ പിശാചിനും നന്മയ്ക്കും തിന്മയ്ക്കും ഒക്കെ അവകാശം കിടക്കുന്നതുകൊണ്ടാണ്. ഇനിയും 10-ാം വാക്യം വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ബന്ധനം വരുന്നത്, ബന്ധനത്തിന്റെ തുടക്കം എവിടെയാണെന്നുള്ള കാര്യം 10-ാം വാക്യത്തിലാണ്. ഈ തുടക്കം അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു കാര്യം നിയന്ത്രിക്കാനൊക്കെ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ വലിയ നദികളൊക്കെ ഉടനെ നിയന്ത്രിക്കാനൊക്കെ, ഭയങ്കര നദി, ഒന്നും ചെയ്യാനൊക്കെ ഇല്ല, അത് ഒഴുകുന്ന കാണാനേ ഒക്കെ ഉള്ളൂ, ഒഴുക്കിപ്പെട്ട് പോകാനേ ഒക്കെ ഉള്ളൂ. പക്ഷെ അതിന്റെ തുടക്കം ഒരു കൊച്ചരുവിയാണ്. മലയുടെ മുകളിൽ നിന്ന് തുള്ളി തുള്ളിയായിട്ട് വെള്ളം, പാറയുടെ ഇടയിൽ നിന്ന് തുള്ളി തുള്ളിയായിട്ട് വരുന്ന ഒരു ചെറിയ അരുവിയെ ആയിരിക്കും അതിന്റെ തുടക്കം. അതിനെ വേണം തടയാൻ സാധിക്കും, അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. ചെറിയ അതിന്റെ ഉത്ഭവസ്ഥാനത്ത് നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് എല്ലാ ബന്ധനങ്ങളുടെയും തുടക്കം ആലോചനകളിലാണ്. ഇങ്ങനെയാണ് 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിച്ചെന്ന പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതിന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്ന ഇസ്രായേൽക്കാരുടെ കഥയാണ് അവിടെ പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ വചനത്തോട് മത്സരിക്കുന്നവർ അവരുടെ സ്വയവും ജഡവും പിശാച് നമ്മളെ കെട്ടാനുള്ള കയറുണ്ടാക്കുന്ന ഫാക്ടറിയിലേക്ക് നമ്മുടെ എനർജി കളയുക. ചകരിത്തുരുമ്പ് അങ്ങോട്ട് ഒഴിഞ്ഞു പോവുക. അപ്പൊ അതിനൊരു എൻക്വയറി നടത്തേണ്ടത്. എന്തുമാത്രം ചകരിത്തുരുമ്പ് ഇപ്പം കയറായിട്ടുണ്ട്, എത്ര ചകരിയായിട്ട് കിടപ്പുണ്ട്, എത്ര തൊണ്ടായിട്ട് കിടപ്പുണ്ട്, അതൊക്കെ നോക്കണ്ടേ? നോമ്പ് കാലത്ത് ഒരു പണി പറയുക, അവധിക്കാലത്ത് ഒരു എൻക്വയറിയിലേക്ക് പോകണം. കർത്താവ്, എന്റെ ജീവിതത്തിൽ എന്തുമാത്രം തൊണ്ട് പിശാചിന്റെ ഫാക്ടറി കിടപ്പുണ്ട്, എന്തുമാത്രം ചകരിയായിട്ടുണ്ട്, എന്തുമാത്രം കയറായിട്ടുണ്ട്, എന്തുമാത്രം വടമായിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ കണക്ക് കിട്ടും. അപ്പൊ അതെല്ലാം വെച്ചോണ്ട് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ച് ഇഴയ്ക്കുന്നത്. ദൈവം വരാൻ കൈയും കെട്ടിയിരിക്കുന്ന ഒരു കാര്യം എന്നാ? നമ്മൾ കൊടുത്ത കാര്യമാണ്, കടന്ന് കളിച്ചോട്ടെന്ന് വിചാരിക്കും. കിടന്ന് കളിക്കട്ടെ, അവിടെ കിടന്ന് വിഷമിക്കട്ടെ. അപ്പം നമ്മുടെ ഓരോ ആലോചനയും ചിന്തയും ദൈവവചന പ്രകാരം കൊടുത്തില്ല എങ്കിൽ ഇത് നമ്മളെ കിട്ടുന്ന കയറായിട്ട് വരുമ്പോഴേ വിവരം അറിയുള്ളൂ മാത്രം. ചകരത്തിനും പൊഴിയുന്ന രസമാണ്, അപ്പോൾ ഒന്ന് വലിയ കാര്യമായിട്ട് നമുക്ക് തോന്നുകയില്ല. അപ്പം അത്യുന്നതന്റെ ആലോചന നിരസിച്ചിട്ട് ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിച്ചിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്ന ഇസ്രായേൽക്കാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇരുളും അന്ധതമസും വരുന്ന വഴിയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലുണ്ട്. അബ്രഹാം വിഗ്രഹാരാധനയുള്ള സ്ഥലത്തുനിന്ന് പോന്നെങ്കിലും അപ്പനെ അമ്മയെ ഉപേക്ഷിച്ചെങ്കിലും ദൈവത്തിന്റെ വിളി കേട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും അബ്രഹാം ഉപേക്ഷിച്ചതിന് അബ്രഹാമിനെ ഉപേക്ഷിച്ചിട്ടില്ലായിരുന്നു. കേട്ടോ പറഞ്ഞ ഉൽപ്പത്തി 15-ന്റെ 12. ഉൽപ്പത്തി 15-ൽ അബ്രഹാം വിശ്വാസിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും താൻ വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ചെങ്കിലും അന്യദേവനെ ഉപേക്ഷിച്ചെങ്കിലും വീടും നാടും ഒക്കെ ഉപേക്ഷിച്ചെങ്കിലും ദൈവത്തെ വിശ്വസിച്ചുകൊണ്ടാണ് നടക്കുന്നെങ്കിലും തൻ്റെ ഉള്ളിൽ സ്വയവും ജഡവും ഒക്കെ ഉണ്ടായിരുന്നു. തൻ്റെ ഉള്ളിൽ ചില അത്യാഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളിൽ ഭയങ്കര ഭക്തി, കൊച്ചു കാര്യങ്ങളിൽ ഒരു ഭക്തിയില്ല. നമുക്കങ്ങനെയല്ലേ? വലിയ കാര്യങ്ങളൊക്കെ വരും ഭയങ്കര ഭക്തി, കൊച്ചു കാര്യങ്ങൾ വളരെ അശ്രദ്ധ. പക്ഷെ കൊച്ചു കാര്യം വലിയ കാര്യമാണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താ അബ്രഹാമിന്റെ കൊച്ചു കാര്യത്തിലെ അശ്രദ്ധ? പക്ഷിയെ പുലർന്നില്ല, വലിയ മൃഗങ്ങളെയൊക്കെ
ബലി കഴിച്ചപ്പോൾ കണ്ടാ കൊള്ളാവുന്ന വലിയ മൃഗങ്ങളെയൊക്കെ അതിന്റെ നിയമപ്രകാരം കീറി മുറിച്ചൊക്കെ വെച്ചു. പക്ഷെ പക്ഷിയുടെ കാര്യം കൊച്ചു പക്ഷിയല്ലേ അവിടെ ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. പക്ഷെ ആ കൊച്ചു പക്ഷിയിൽ ആര് കയറി വന്നു? റാഞ്ചൻ പക്ഷികൾ വന്ന് കയറി പിടിച്ചു. അങ്ങനെ ആ ബലി അലക്ഷ്യമായി. അവിടെ നല്ല ഉണർവോടെ കർത്താവിനെ ആരാധിക്കുന്ന സമയത്ത് ഭീതി അന്ധദിവസം വന്നു. ആ ഭീതിയുടെ അന്ധദിവസത്തിന്റെ ഇടയിൽ ദൈവാത്മാവ് ചില കാര്യങ്ങൾ അയാളെ അറിയിക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് ഈ നോയമ്പിന്റെ ഇടയിൽ ഭീതി അന്ധദിവസം വന്ന് ഉറക്കം തൂങ്ങിയ ദിവസമുണ്ടോ? എന്താ? പ്രാർത്ഥനയ്ക്കിടയിൽ, കുർബാനയ്ക്കിടയിൽ, പ്രാർത്ഥനയ്ക്കിടയിൽ ഭീതി അന്ധദിവസമൊക്കെ വന്നതിന്റെ അർത്ഥം സമർപ്പണം അപൂർണമാണെന്ന് അതിന്റെ അർത്ഥം. സമർപ്പണം അപൂർണമാണെന്നുള്ളതിന്റെ നോട്ടീസാണ് ആ സമയത്ത് അസ്ഥാനത്തുള്ളതായ ഭീതിയും അന്ധദിവസവും ഉറക്കം തൂങ്ങലും ഒക്കെ. എന്താ? അപ്പൊ ആ ഉറക്കം തൂങ്ങാൻ കുഴപ്പമില്ല. ആ ലാഖ്യന് കർത്താവ് വർത്താനം പറയുകയും ചെയ്യും. ഉറങ്ങിയാലും കർത്താവിന് ആത്മാവിനോട് വർത്താനം പറയാൻ സാധിക്കും, അതറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഈ വിവശതയുടെ ഇടയ്ക്ക് കർത്താവിന് ദർശനങ്ങൾ കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് ഏതായാലും ഉറക്കം വന്നു, ആ വന്നതിനെങ്കിൽ മുതലെടുക്കണം. പറഞ്ഞതിന്റെ അർത്ഥം ഉറക്കം വരാതെ നോക്കിയാൽ കൊള്ളാം. വന്നു പോയാൽ പിന്നെ അതിന്റെ ബാക്കി എന്നാ പിന്നെ കർത്താവ് എല്ലാം പറഞ്ഞാലും ഞാൻ കടന്നു കൊടുത്തേക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കണമെന്നേ ഉള്ളൂ. കർത്താവ് അരളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു, അടിയൻ കിടക്കാൻ പോവാ എന്ന് പറഞ്ഞാൽ എവിടെയാ എഴുതിയിരിക്കുന്നത്? ശമൂവേൽ 1 ശമൂവേൽ 3-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള ഭാഗത്ത് ശമൂവേൽ കത്തിച്ച ദൈവത്തിന്റെ അടുത്താണ് കിടക്കുന്നത്. ദീപം കത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം വിളിക്കാൻ തുടങ്ങി. ഉറക്കത്തിനിടയിൽ പ്രാർത്ഥിച്ചിട്ട് ദൈവനിയോഗപ്രകാരം ദൈവത്തിന്റെ അടുത്ത് കിടന്നു തുടങ്ങിയപ്പോൾ ശൗമേലെ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇതാരാ വിളിക്കുന്ന ഒരു പിടിയില്ല. അപ്പൊ പിന്നെ എഴുന്നേറ്റിരുന്നത് ഏലിയാ വിളിച്ചെന്ന് വിചാരിച്ചു അവിടുത്തെ യജമാനെ. എന്താ അച്ഛാ എന്നെ വിളിച്ചത്? ഞാൻ വിളിച്ചില്ലല്ലോ. പിന്നെ എന്നെ പേരില്ല, ഒരാൾ വിളിച്ചല്ലോ. നീ പോയി കിടക്ക്. 2-3 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഏലിക്ക് മനസ്സിലായി ഇത് ദൈവമാണ് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയും ഒന്നുകൂടെ കിടക്ക്. ഇനി ഈ ശബ്ദം കേൾക്കുകയാണ്, യഹോവയെ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞിട്ട് പിന്നെയും കിടന്നു ദൈവം സംസാരിക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ ഉറക്കത്തെയും വിവശതയും നമുക്ക് പ്രയോജനപ്പെടുത്താം. ഈ ശൗമേൽ ബാലൻ തന്റെ ഉറക്കത്തെയും തന്റെ ക്ഷീണത്തെയും തന്റെ വിവശതയെയും എല്ലാം പ്രയോജനപ്പെടുത്തി ദൈവശബ്ദം കേൾക്കുന്ന വേദിയായിട്ട് മാറ്റി. അതിന് അങ്ങനെയും കാര്യമുണ്ട്. അപ്പൊ നമ്മുടെ ആത്മാവിന്റെ ദൈവം കത്തിച്ചിട്ട് ആ ദൈവത്തിന്റെ ചോട്ടിൽ പോയി കിടക്കുകയാണെങ്കിൽ നമ്മുടെ വിവശതയ്ക്കിടയിലും സ്വപ്നങ്ങൾക്കിടയിലും ദൈവം സംസാരിക്കും. അത് സങ്കീർത്തനം 18:28 സങ്കീർത്തനം 18:28 യഹോവ എന്റെ ദൈവത്തെ കത്തിക്കും. അപ്പൊ ആത്മാവിന്റെ ദൈവം കത്തിച്ചേച്ച് വേണേ ഉറങ്ങാൻ. ആ ദൈവത്തിന്റെ ചോട്ടി കിടക്കാമെങ്കിൽ ഉറക്കത്തിനിടയിലും കർത്താവ് സംസാരിക്കും, ക്ലാസ്സൊക്കെ എടുക്കും. എത്ര ദിവസം വെറുതെ പോയില്ലേ, എത്ര നാൾ ഉറങ്ങി കളഞ്ഞിരിക്കുന്നില്ലേ. അപ്പം അതിനായി സൂത്താറ പ്രാർത്ഥനയൊക്കെ നടത്തുന്നത്. കിടക്കുന്നതിന് മുമ്പേ ദീപം കത്തിയാണോ ഇരിക്കുന്ന നോക്കുക. ദീപം കത്തിയിട്ടുണ്ട്, അത് കാറ്റത്ത് കെടാതിരിക്കാൻ ചിമ്മിനിയൊക്കെ വെക്കുക, എണ്ണ തീരാതെ എണ്ണയൊക്കെ നിറച്ചൊഴിച്ചു വെക്കുക. എന്നിട്ട് കർത്താവെ ഞാൻ കിടക്കാൻ പോകാൻ ദൈവം കത്തിച്ച് വെച്ചിട്ടുണ്ട്, ഉറക്കത്തിലും എനിക്ക് ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞാൽ മതി. ബുക്ക് ചെയ്താൽ കർത്താവ് നല്ല ക്ലാസ്സുകൾ എടുക്കും. ഉറക്കവും നടക്കും, ക്ലാസ് നടക്കും. നേരം വെളുക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് അത് പലരുമായി ചർച്ച ചെയ്ത് പഠിക്കാൻ സാധിക്കും. അങ്ങനെയാണ്. എന്തുമാത്രം ഉറക്കം വെറുതെ കളഞ്ഞിരിക്കുന്നില്ലേ. അപ്പൊ ഇന്ന് മുതൽ ഉറക്കത്തെ ബുക്ക് ചെയ്യുന്നു. എങ്ങനെയാ? ദീപം കത്തിച്ച് വെച്ചേച്ച് അതിന്റെ അടുത്ത് കിടന്ന് ഉറങ്ങാമെങ്കിൽ ദൈവാത്മാവ് നമ്മുടെ ഉറക്കത്തിൽ നമ്മളോട് സംസാരിക്കും എന്നുള്ള കാര്യം ഓർപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ 1 ശമൂവേൽ 3:1 മുതൽ 10 വരെ, ദാനിയേൽ 9:1 മുതൽ 10 വരെയുള്ള ആ വേദഭാഗം നമുക്കുണ്ടാകുന്ന ഉറക്കത്തെയും ക്ഷീണത്തെയും വിവശതകളെയും ഒക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താം പ്രാർത്ഥിക്കാമെങ്കിൽ. ദാനിയേല് ഉപസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഉറക്കം വന്നു, ക്ഷീണം വന്നു. ദാനിയേൽ ഇതുപോലെ ദീപം കത്തിച്ച് വെച്ചാൽ ഉറങ്ങി. ദീപം കത്തിച്ച് വെച്ചിട്ട് കിടന്നുറങ്ങിയപ്പോൾ ദൈവാത്മാവ് സംസാരിച്ചു. അതാണ് 816-ാമത്തെ ചോദ്യം. ദാനിയേൽ വചനം വായിച്ചപ്പോൾ മറ്റുള്ളവരുടെ കുറ്റം കൂടെ സ്വന്തമാക്കിയിട്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഉപവസിച്ചപ്പോൾ ഉണ്ടായ ക്ഷീണം മറുപടി കേൾക്കാനുള്ള ദർശനത്തിന് വേദി ഒരുക്കുന്ന ആ അനുഭവത്തിലേക്ക് മാറി. ബുദ്ധി ഉപദേശം കിട്ടിയപ്പോൾ എന്റെ പ്രാർത്ഥനയിലും ഉപവാസത്തിലുണ്ടായ ക്ഷീണവും വിവശതയും പ്രാർത്ഥന വിഷയമാക്കിയിട്ട് ദൈവശബ്ദം കേൾക്കാൻ ഞാൻ ഒരുങ്ങിയോ എന്നൊരു ചോദ്യം. ശമൂവേലിനെ പോലെ ദൈവം അരുളി ചെയ്താൽ കേൾക്കാമെന്ന് സമ്മതിച്ചിട്ട് കത്തിച്ച നിലവിളക്കിന്റെ അരികിൽ കിടന്നുറങ്ങിയപ്പോൾ ദൈവശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടോ? ഉപവാസ പ്രാർത്ഥനയിലെ വിവശതയും ക്ഷീണവും ആത്മദൈവം ജ്വലിപ്പിച്ചിട്ട് ഉറങ്ങാൻ പ്രയോജനപ്പെടുത്തിയത് എത്ര ശതമാനം എന്നൊരു ചോദ്യം കൂടെ ഇവിടെ വരികയാണ്. നമുക്കുണ്ടാകുന്ന അന്ധത, ഭീതി, ബന്ധനം, ക്ഷീണം, തളർച്ച ഇവയും വെറുതെ കളയരുത്. അതും പ്രാർത്ഥന വിഷയമാക്കണം. അതും പ്രാർത്ഥിക്കണമെന്നാണ്. അത് പ്രാർത്ഥിച്ചാൽ അതിനെ നമുക്ക് മുതലെടുക്കാം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ചോദ്യം ഇതാണ്: ഉപവാസ പ്രാർത്ഥനയിലെ വിവശതയും ക്ഷീണവും ആത്മദീപം ജ്വലിപ്പിച്ചിട്ട്
ഉറങ്ങാൻ പ്രയോജനപ്പെടുത്തിയത് എത്ര ശതമാനം? ചോദിച്ചിട്ടേ മറുപടിക്കായി കാത്തിരിക്കാം. അത് കഴിഞ്ഞ ദിവസത്തെ 816 ചോദ്യമാണ്. 1-4-11 വെള്ളിയാഴ്ച ദാനിയേലിന്റെ പുസ്തകം വായിക്കേണ്ടതായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ചോദിക്കേണ്ട ചോദ്യമായിരുന്നു. അത് കുടിശ്ശിക തീർത്ത് ഇപ്പൊ ചോദിച്ചിരിക്കുന്നു. ഇന്നത്തെ വിഷയവും അതുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഭീതിയും അന്ധതമസും വിശ്വാസികളുടെ തലവനായിരിക്കുന്ന വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനും ഉണ്ടായി. അബ്രഹാമിന്റെ സമർപ്പണവും അപൂർണമായിരുന്നു. ആ അപൂർണമായ സമർപ്പണത്തിന്റെ അടയാളമായിരുന്നു പക്ഷിയെ പിളർക്കാതെ വെച്ചപ്പോൾ ഭീതിയും അന്ധതമസും റാഞ്ചം പക്ഷിയൊക്കെ വന്ന് ശല്യപ്പെടുത്തി വിഷമിപ്പിച്ചത്. കർത്താവ് അതിനെ അങ്ങ് മുതലെടുത്തു, കാസങ്ങെടുത്തു. നിന്റെ സമർപ്പണം ശരിയായിട്ടില്ല, നിന്റെ ആലോചന 100% ദൈവികമായിട്ടില്ല, നിനക്കിപ്പോൾ അത്യാഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ പരുവത്തിന് പോയാൽ നിന്റെ മക്കള് ഇത് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നിന്നിൽ നിന്ന് ഈ അശുദ്ധി അടുത്ത തലമുറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ അശ്രദ്ധ, അശുദ്ധി, അത്യാഗ്രഹം ഇത് മാറിയിട്ടില്ല. അതുകൊണ്ട് നിന്റെ മക്കൾ 400 കൊല്ലം അടിമപ്പണി ചെയ്താൽ ഈ പ്രശ്നം തീരുമെന്ന് പറഞ്ഞു. അറിഞ്ഞുകൊണ്ട് ഒക്കണം പറഞ്ഞു. അപ്പൊ കൊച്ചിനെ കൊടുക്കാഞ്ഞൊരു കാര്യം മനസ്സിലായോ? ഈ പരുവത്തിൽ കൊച്ചിനെ കൊടുത്തിരുന്നെങ്കിൽ ഇസ്ഹാക്ക് കൊള്ളരുതാതായി പോയെന്നെ. അതുകൊണ്ടാണ് 100 വയസ്സ് വരെ ഈ നമ്മുടെ കൊച്ചു കാര്യങ്ങളിൽ ദൈവേഷ്ടം ചെയ്യാനുള്ള നമ്മുടെ വ്യഗ്രത വളർത്തിയെടുത്തതിന് ശേഷം പൂർണ്ണമായ ദൈവഹിതം അനുസരിക്കുന്ന അവസ്ഥയിൽ വളർന്നതിന് ശേഷം മാത്രമേ നമ്മുടെ ആലോചന ദൈവത്തിന്റെ ആലോചനയുമായി ചേർന്നെടുത്ത് പ്രകാശമാകുകയുള്ളൂ. ഇപ്പൊ ഈ ട്യൂബ് ലൈറ്റിലോ അല്ലെങ്കിൽ ഈ ബൾബിലോ പ്രകാശം വരുന്നതിന്റെ കാര്യം ആ വിദ്യുശക്തി ആ ഫിലമെന്റിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് പ്രകാശമായിട്ട് മാറുന്നു. ഇതുപോലെ നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ആലോചനയും നമ്മുടെ ആലോചനയും കൂടെ ഒന്നിച്ചു ചേർന്ന് ഒഴുകുന്ന ഒരു വേദിയാകാമെങ്കിൽ അത് പ്രകാശമായിട്ട് മാറും. എന്നാൽ നമ്മുടെ ആലോചനയും പിശാചിന്റെ ആലോചനയും ചേർന്നാൽ അന്ധകാരം ഉണ്ടാക്കുന്ന ഒരു ബൾബായിട്ട് അത് മാറും. അങ്ങനത്തെ ബൾബ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇരുട്ടുണ്ടാക്കുന്ന ബൾബ് അത് നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും. അതിന്റെ ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ആലോചനയും നമ്മുടെ ആലോചനയുമായി ചേർന്നില്ല എങ്കിൽ, നമ്മുടെ ആലോചനയും പിശാചിന്റെ ആലോചന ചേർന്നാൽ ഫലം അന്ധകാരം. ആ അന്ധകാരത്തിന്റെ കൊഴുപ്പം കൊണ്ട് കൂടിയാൽ താറ് പോലിരിക്കും, അനങ്ങാനൊക്കുകയില്ല. ഇപ്പൊ ബന്ധനം പലയിനമുണ്ട്. ഡൈല്യൂട്ട് ചെയ്തിരിക്കുന്ന ചെറിയ അന്ധകാരമുണ്ട്, വലിയ അന്ധകാരമുണ്ട്. ചെറിയ അന്ധകാരത്തിൽ കൂടെ നടക്കാം. എന്താ വലിയ അന്ധകാരം വന്നാൽ അനങ്ങാനൊക്കുകയില്ല. അതോടെ എഴുതിയിരിക്കുന്നറിയാവോ? പുറപ്പാട് പുസ്തകത്തിൽ മിസ്രയീംകാർക്ക് വന്നതായ ഒരു ബാധ സ്പർശിക്കത്തക്കതായ ഇരുട്ട് വന്നു എന്നാ പറയുന്നത്. സ്പർശിക്കത്തക്കതായ ഇരുട്ടുണ്ട്. നമുക്കിപ്പോ രാത്രി പോയാലും തൊടാനൊക്കുവോ? നമ്മൾ ചെല്ലും മാറി തരുന്ന ഇരുട്ട അതിൻ്റെ ഇടയിൽ കൂടെ നടക്കാനൊക്കെ സാധിക്കും. പക്ഷെ അനങ്ങാനൊക്കെ ഇല്ലാതെ ഇരുട്ട് വരാൻ പോകുന്നു, ഒന്നും പ്രവർത്തിച്ചു വിടാതെ രാത്രി വരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്പർശിക്കത്തക്കതായ ആ ഇരുട്ടിനെ കുറിച്ച് എവിടെയാ എഴുതിയിരിക്കുന്നറിയാവോ? സ്പർശിക്കത്തക്കതായ ഇരുട്ടിനെ കുറിച്ച് ബാധകളുടെ ലിസ്റ്റിനകത്ത് നോക്കിയാൽ ഒരു ദിവസത്തെ ബാധ എങ്ങനെയായിരുന്നു അത് പുറപ്പാട് പുസ്തകം 7 തുടർന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് ഹോംവർക്ക് ആയിരുന്നു, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അത് വിടുകയാണ്. ഏതായാലും പലതരം അന്ധകാരങ്ങളുണ്ട്. അത് ആ അന്ധകാരത്തിൽ നമ്മളെ കിട്ടുന്ന കയറായിട്ട് മാറ്റാൻ, നമ്മളെ നിശ്ചലമാക്കാൻ സാധിക്കുമെന്ന് അത്ര നേരം പറഞ്ഞു ചുരുക്കം. അപ്പൊ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഭീതിയും അന്ധതമസും വന്നപ്പോൾ അന്നേ പറഞ്ഞതാ, നോട്ടീസ് കൊടുത്തതാ, നിന്റെ പ്രശ്നം തീരണമെങ്കിൽ നിന്റെ മക്കൾ 6 ലക്ഷം കുടുംബങ്ങൾ അവർ വളർന്നു വന്നാലും അടിമപ്പണി ചെയ്യണമെന്ന് പറഞ്ഞു. ഏതാ? പുറപ്പാട് 10:21 സ്പർശിക്കത്തക്കതായിട്ടുള്ള കാര്യം. അപ്പൊ അങ്ങനെ ഇരുളിലും അന്ധതമസിലും ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ ബന്ധനം ബന്ധനമായിട്ട് അതിനെ മുറിക്കുന്നത് എങ്ങനെയാണെന്ന് പിന്നെ പറയുന്നത്. അരിഷ്ടതയാൽ ഇരുമ്പ് എങ്ങനെയാലും ബന്ധിക്കപ്പെട്ടവർ അവിടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. മിസ്രൈമിലെ 6 ലക്ഷം കുടുംബങ്ങൾക്കുണ്ടായപ്പോ അബ്രഹാമിനോട് പറഞ്ഞതായ ആ വാക്കനുസരിച്ചാണ് ഈ ഫറവോൻ കഠിന ഹൃദയനായി ഇവരെ ഇങ്ങനെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരുന്നത്. അവരുടെ അശുദ്ധികൾ പോകാൻ അത് നല്ലതായിരുന്നു. അപ്പൊ അടിമപ്പണി നല്ലതാ കേട്ടോ. അടിമപ്പണിയും കഷ്ടപ്പാടും പുറക്കെടുപ്പും ഒക്കെ നല്ലതാ. അത് ഈ ബോധത്തോടെ ചെയ്യണം. കർത്താവ് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ശാപം പോകാനുണ്ട്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞതാ. അതുകൊണ്ട് ഏത് അടിമപ്പണിയും ഏത് ദാസ്യപ്പണിയും ഏത് കഷ്ടതയും ഈ ലാഭോടെ നമ്മൾ അനുഭവിച്ചാൽ നമ്മുടെ ശാപം മാറിക്കിട്ടും, അശുദ്ധികൾ മാറിക്കിട്ടും, നമ്മുടെ ബന്ധനം അഴിക്കാൻ അത് മുഖാന്തരമാകും. അങ്ങനെ അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടോ. എന്താ ഇരുമ്പ് ചങ്ങലയാകാൻ കാരണം? രാജാവിന്റെ കൽപ്പനയാ. പണി ചെയ്തില്ലേ അടിയാ. അവർക്ക് വേറെ അത് ചെയ്യാതിരിക്കാൻ നോർത്തിയില്ല. അങ്ങനെ അരിഷ്ടതയും ഇരുമ്പ് ചങ്ങലയും കൊണ്ട് ബന്ധിക്കപ്പെട്ടിരുന്ന ഇസ്രായേൽക്കാർക്ക് അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു.
14-ാം വാക്യത്തിൽ അവനവരെ ഇരുട്ടിൽ നിന്നും അന്ധതാമസത്തിൽ നിന്നും പുറപ്പെടുവിച്ചു, അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു എന്നാ പറയും. അപ്പോൾ ദൈവം തമ്പുരാന് മാത്രമേ ബന്ധനങ്ങളെ അറക്കാൻ സാധിക്കുകയുള്ളൂ. ബന്ധനം നമ്മുടെ ആലോചനയും പിശാചിന്റെ ആലോചനയും ചേർന്നപ്പോൾ ഉണ്ടായ കാറാണ്. അത് അറക്കണമെങ്കിൽ നമ്മുടെ ആലോചന ദൈവത്തിന്റെ ആലോചനയ്ക്ക് അടിയറ വെക്കണം. നിന്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം, എൻ്റെ ആലോചന നിന്റെ ആലോചന മാത്രമായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ആലോചനയും ദൈവത്തിന്റെ ആലോചനയും കൂടി ചേരുമ്പോൾ അത് പ്രകാശത്തിന്റെ വാളായിട്ട് മാറും. അത് വചനത്തിന്റെ പ്രകാശത്തിന്റെ വാളുകൊണ്ട് മാത്രമേ ഈ അന്ധകാരത്തിന്റെ കെട്ടിനെ അറക്കാനൊക്കെ ഉള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവനവിടെ ഞെരുക്കുന്നവരെ രക്ഷിച്ചിട്ട് അവനവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചിട്ട് അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു എന്നാ പറയും. അങ്ങനെ അറുത്തു കളയേണ്ട ബന്ധനത്തെ ദൈവത്തിനുമ്പാകെ ആരാധനയിൽ ദൈവത്തിൽ തുറന്നു കാണിക്കാമെങ്കിൽ, ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ബന്ധനമുണ്ട്, അതിൻ്റെ കാരണക്കാരൻ ഞാൻ തന്നെയാണ്, ഞാൻ നിന്നെ ആരാധിക്കേണ്ട സമയം എൻ്റെ ഹൃദയം ഇരുണ്ടുപോയപ്പോഴാണ് അന്ധകാര ജീവികൾ എന്നെ ബന്ധിക്കാനിടയായത്. അതിവിടെ റോമാലേഖനം 1-ാം അധ്യായത്തിലുണ്ട്. ദൈവം തന്നിരിക്കുന്ന നന്മകൾക്ക് നമ്മൾ നന്ദി പറഞ്ഞില്ലെങ്കിൽ, ഈ സൃഷ്ടികളിൽ കൂടെ സൃഷ്ടാവിനെ കണ്ടില്ലെങ്കിൽ ഹൃദയം ഇരുണ്ടുപോയി കഴിഞ്ഞാൽ 4 തരത്തിലുള്ള തിന്മയുടെ ശക്തികൾ നമ്മൾ വളരുമെന്ന് എഴുതിയിരിക്കുന്നു. ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, ഇഴജാതി എന്ന ആൾക്കാരി, ഇങ്ങനെ 4 തരത്തിലുള്ള തിന്മയുടെ ശക്തികളായിട്ട് മാറിയിട്ട് അവ നമുക്ക് ബന്ധനമായി ശല്യമായി അവ നമ്മുടെ പുറകെ നടക്കും. അതുകൊണ്ട് ആ ബന്ധനത്തിൽ നമ്മൾ അഴിക്കാൻ വേണ്ടി സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാതിരിക്കുക, സകല ആലോചനയും ദൈവത്തിന്റെ ആലോചനയുമായി ഘടിപ്പിക്കാൻ ജാഗ്രതയോടെ ദൈവേഷ്ടം അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നായി പറഞ്ഞതിന് ചുരുക്കം. ഇനി കൂനിയായ സ്ത്രീയിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ, ഈ കൂനിയായ സ്ത്രീയുടെ നടു ബന്ധനത്തിലാകാൻ കാരണം അവളുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ദൈവത്തിന്റെ ആലോചനയെ തള്ളിയിട്ട് സ്വന്തം ആലോചന പ്രകാരം ജീവിച്ച പൂർവികരുടെ ശാപം അവളുടെ മേലുണ്ടായിരുന്നു. അവളുടെ ജീവിതത്തിൽ ദൈവ ഇഷ്ടത്തെക്കാൾ അത് സ്വന്തം ഇഷ്ടത്തിന് മുൻകൂർ കൊടുത്ത് എന്തൊക്കെയോ പ്രവൃത്തികൾ ചെയ്തപ്പോൾ ഭീതിയും അന്ധതമസും വന്ന് അവളുടെ ജീവിതത്തെ പിശാചിന് കെട്ടിയിടാൻ അവകാശം കിട്ടി. പക്ഷെ കൊച്ചു ബന്ധനമായിരുന്നു. എന്ന് പറഞ്ഞാൽ നടുവിന് മാത്രമേ ഉള്ളൂ ബന്ധനം. എന്ന് പറഞ്ഞാൽ കൈയും കാലും ഒക്കെ അനക്കാം, നടുവിന് മാത്രം കൂനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ബന്ധിക്കപ്പെടുക. തളർവാദ രോഗിക്ക് എല്ലാ അവയവവും ബന്ധനത്തിലാണ്, അല്ലേ? തളർന്നു കിടന്നപ്പോൾ അവനൊന്നും അനക്കാൻ പറ്റാതെ. ഇങ്ങനെ പലതരം ബന്ധനങ്ങളുണ്ട്. അംശികമായ ബന്ധനം, ദൃശ്യമായ ബന്ധനം, അദൃശ്യമായ ബന്ധനം, ഇങ്ങനെ പലതരം ബന്ധനങ്ങളുണ്ട്. അപ്പം പള്ളിയിൽ പോകുന്നതിന്റെ തടസ്സമില്ലായിരുന്നു. ഏതാ ആരാധനയ്ക്ക് പോകാൻ അവൾ ഉള്ള പൂനും വെച്ചോണ്ടങ്ങ് പോയി. അതുകൊണ്ട് ഇന്ന് സംഭവിച്ചു, കാലം കഴിഞ്ഞപ്പോൾ കർത്താവ് വിളിച്ചു വരുത്തി ബന്ധനം അറുത്ത വിട്ടാൻ വിട്ടു, രക്ഷിച്ചങ്ങ് വിട്ടു. അപ്പൊ അങ്ങനെ ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആരാധനയ്ക്ക് വന്നാൽ മതി. ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മുടെ ബന്ധനം എത്ര കാലം കൂടെ വേണമെന്നുള്ള കാര്യം കർത്താവിന് അറിയാം. അപ്പോൾ ഈ 18 കൊല്ലത്തിന് മുമ്പത്തെ ആരാധനയൊക്കെ സ്വർഗത്തിലെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ട് കർത്താവ് സൂക്ഷിച്ചുകൊണ്ടായിരുന്നു. ഈ ബന്ധനം അഴിക്കാനുള്ളൊരു വാള് വേണ്ടേ? വാള് വാങ്ങിക്കാൻ ചിലവൊക്കെ ഇല്ലേ? അപ്പോൾ ആ വാളിന് വിലയുണ്ട്. അപ്പോൾ നമ്മുടെ ബന്ധനം അഴിക്കാനുള്ള വാള് വാങ്ങിക്കണമെങ്കിൽ, കിട്ടണമെങ്കിൽ അതിന് ഡെപ്പോസിറ്റ് തുടങ്ങണം. അവിടെ എല്ലാ ഞായറാഴ്ച പള്ളിയിൽ പോകും, എല്ലാ സങ്കേതത്തിൽ വരവും, എല്ലാ ധ്യാനവനത്തിൽ വരവും കർത്താവ് കുറിച്ചിടുന്നുണ്ട്, പാസ്ബുക്കിനകത്ത് എൻ്റർ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ 18 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് വാള് വാങ്ങിക്കാനുള്ള ഫണ്ടായത്. എന്താ? അപ്പൊ നമ്മുടെ ബന്ധനം അഴിക്കാനുള്ള വാള് കിട്ടണമെങ്കിൽ, അതിനുള്ള ആയുധം കിട്ടണമെങ്കിൽ നമ്മുടെ ഡെപ്പോസിറ്റിലെല്ലാം കൂടെ നോക്കും, ബാലൻസ് ഓരോ ദിവസവും നോക്കി എത്രയുണ്ടെന്ന്. ഏതായാലും ഒരു ശനിയാഴ്ച പള്ളിയിൽ വന്നപ്പോൾ കൂനിയായ സ്ത്രീയുടെ പാസ്ബുക്ക് നോക്കി കർത്താവ്. ഇവിടെ ഞാൻ കൂനി പഠിച്ചിരിക്കുന്നു, ഞാൻ അങ്ങേറ്റത്ത് പോയിരിക്കുന്നു, എത്ര നാളായി പാവം വിഷമിക്കുന്നു. ഉടനെ തന്നെ ബാങ്ക് മാനേജറോട് പറഞ്ഞു, കൊണ്ടുപോവാ പാസ്ബുക്ക് വെച്ചോട്ട് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. കൊള്ളാം ഒത്തിരി ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. അവൾ ഈ കൂനും വെച്ചോണ്ട് ഈ പള്ളിയിൽ വന്നു. അതെല്ലാം സ്വർഗത്തിലെ ബാങ്കിലുണ്ടായിരുന്നു. അപ്പൊ കർത്താവിന് ബാങ്കിൽ കൊടുത്തതായ മഹത്വവും ശക്തിയും എല്ലാം കൂടെ കണക്കൂട്ടിയപ്പോൾ നല്ലൊരു വാളിനുള്ള വകയായിട്ടുണ്ട്. ഉടനെ വാള് കൊണ്ടുവരട്ടെ, അവളുടെ ബന്ധനം അഴിയട്ടെ, മുറിക്കേ എന്ന് പറഞ്ഞു. ബന്ധനം മുറിച്ചപ്പോൾ മിടുക്കിയായിട്ട് നേരെ നിന്ന് സ്തുതിയാക്കി തുടങ്ങി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയും മുടക്കരുത്, ഒരു ആരാധനയും മുടക്കരുത്, ഒരു സുവിശേഷ സാഹചര്യങ്ങളും മുടക്കരുത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ കൂടുന്ന പോലെ ബാങ്കിൽ ഡെപ്പോസിറ്റ്, അതുകൊണ്ട് ആ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിന്ന് പറഞ്ഞത്. അങ്ങനെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നടന്നാൽ മതി. അപ്പൊ വേറെ ആലോചനയ്ക്ക് സമയം കിട്ടുകയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആലോചനകളും ചകരിച്ചിലും പോലെ നിസ്സാരമെന്ന് തോന്നിയാലും അത് ഒരു തരി പോലും കളയരുത്. അത് എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നടക്കാമെങ്കിൽ വേറെ ചിന്തിക്കാൻ നേരം കിട്ടുകയില്ല. കർത്താവിന്റെ കൂടെ അങ്ങ് നടക്കുക, ആവശ്യമില്ലാത്തൊരു ചിന്തയും വരികയില്ല. അതുകൊണ്ട് എല്ലാ വിചാരങ്ങളെയും സ്തോത്രം പറഞ്ഞ് വിടണമെന്നാണ് പറഞ്ഞത്. നമ്മുടെ മനസ്സിൽ വരുന്ന വിചാരങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തിന് സമർപ്പിച്ചാൽ വിട്ടേക്കണം. അതിന്റെ കുറേ പോയാൽ ചകരിച്ചിരുമ്പ് താഴെ വീഴും. അതിനെ ദൈവത്തിലേക്ക് വിട്ടാൽ അത് പ്രകാശമായി മടങ്ങി വരും.
അപ്പോൾ കർത്താവിൻ്റെ കൊടുക്കുന്ന മഹത്വശക്തിയും പ്രകാശമായി മടങ്ങി വരും, ജീവപ്രകാശമായി വരും. പിശാചിലേക്ക് കൊടുക്കുന്നത് അന്ധകാരമായിട്ടും വരും. ഏതാ കൂടുതൽ? കണക്ക് നോക്കിയോ. കർത്താവ് ഇത്രയും നാൾ ഞാൻ ഒത്തിരി ചിന്തിച്ചു കൂട്ടി, ആലോചിച്ചു കൂട്ടി. എന്നാൽ എത്ര ശതമാനം ആലോചന പ്രകാശമായി, എത്ര ശതമാനം ആലോചന അന്ധകാരമായി? അന്ധകാരം ആ ബന്ധനം ഉണ്ടാക്കുന്നു. അതിന് വേറെ വലിയ ഉത്തരവാദിയുണ്ടോ? അതുകൊണ്ട് ഇനിയെങ്കിലും ഞാൻ ഒരു മിനിറ്റ് പോലും കളയുകയില്ല, എല്ലാം കർത്താവിനോട് ചോദിച്ച് ചെയ്യൂ എന്ന് പറയാമെങ്കിൽ ഇനിയുള്ളതെങ്കിലും ബാങ്കിലോട്ട് പോട്ടെ. അത് സമയമാകുമ്പോൾ കർത്താവ് മുൻകൈ എടുത്ത് ആരാധന മധ്യത്തിൽ നിന്ന് കെട്ടുകൾ അഴിക്കും. അപ്പം ബന്ധനം വഴിയും കെട്ടുകൾ അഴിയും, ആരാധനയും. ഇന്ന് അഴിഞ്ഞില്ലെങ്കിൽ ഡെപ്പോസിറ്റ് പോരെന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് വരാതിരിക്കരുത്, പിന്നെയും വരിക, ഡെപ്പോസിറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ കർത്താവ് നോക്കി കഴിയുമ്പോൾ കൃത്യസമയത്ത് വിളിക്കാതെ തന്നെ, പറയാതെ തന്നെ കർത്താവ് വിളിച്ചു വരുത്തി കൈ തരും. പോരെ? പൂവിന് പേടിക്കണോ? വേണ്ട വേണ്ട. അങ്ങനെ നമുക്ക് പ്രത്യാശ കർത്താവ് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ചുരുക്കം, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധയുള്ള ആളാണ്. നമ്മുടെ വരവും പോക്കും എല്ലാം വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ കഴിഞ്ഞ കാലത്തിലെ പരാജയങ്ങൾക്ക് ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ ധ്യാനം ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച് സമാഹരിക്കണം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ 4 ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളുടെ ബന്ധനങ്ങൾ ഏതെല്ലാം തരത്തിലുണ്ടെന്ന് അറിയുവാൻ, ബന്ധനം വരുന്ന വഴി ഞങ്ങളുടെ ഓരോ ആലോചനയും ദൈവത്തോടോ പിശാചിനോടോ ചേരാൻ കഴിവുള്ളതാണെന്ന് നീ പഠിപ്പിച്ചാൽ നന്ദി പറയുന്നു. വളരെ ജാഗ്രതയോടെ എല്ലാ ആലോചനകളും സ്വർഗത്തിലെ കർത്താവിന്റെ ആലോചനയുമായി ചേർത്തതിനെ പ്രകാശവും ജീവനും ശക്തിയും ഒക്കെ ആക്കി മാറ്റി അത് ദൈവരാജ്യത്തിന്റെ പദ്ധതിക്ക് പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിന് ഒരു തരി പോലും കിട്ടാനിടയാകരുത്, ഒരു ചകരത്തിനും പോലും അവന് കിട്ടരുത്. ആ ചകരത്തിനുമ്പ് ഭാവിയിലെ ബന്ധനമാകാതിരിക്കുവാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓരോ ആലോചന ചിന്തയും ദൈവത്തോടൊപ്പമായിപ്പാൻ, യേശുവാകുന്ന ജീവിത പങ്കാളിയോടൊപ്പം, ഇമ്മാനുവേലാകുന്ന ജീവിത പങ്കാളിയോടൊപ്പം മുഖം വെച്ച് നടന്ന് എല്ലാവരുമായി പങ്കിട്ട് എല്ലാവനോട് ചോദിച്ച് എല്ലാവരും ഇഷ്ടപ്രകാരം ചെയ്യുമ്പോൾ ഞങ്ങൾ വിലയേറിയ ജീവനും ജീവിതവും കർത്താവിൻ്റെ കയ്യിൽ കിട്ടുകയും കർത്താവിന്റെ ദൈവരാജ്യ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവും സന്തോഷവുമായി മാറി ആ സന്തോഷം ഞങ്ങൾക്ക് എന്നും അനേകരുമായി പങ്കിട്ട് ജന്മസാവലയോടെ ഞാൻ സാധിക്കുമെന്ന് നിങ്ങളെ പഠിപ്പിച്ച് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ദാനിയേലിനെ പോലെയും ശൗമേലിനെ പോലെയും ഒക്കെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ധ്യാനത്തിന്റെയും ഇടയിൽ വരുന്ന ഞങ്ങളുടെ ക്ഷീണങ്ങളെയും വിവശതകളെയും ഒന്നും ഞങ്ങൾ ശരിക്കും പ്രയോജനപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ശൗമേലിനെ പോലെയും ദാനിയേലിനെ പോലും ഒക്കെ ഞങ്ങളുടെ ആത്മാവിന് ദീപം കത്തിച്ചിട്ട് ആ ദീപത്തിന് ചുവട്ടിക്കിടന്നുറങ്ങിയാൽ ഞങ്ങൾക്ക് ഉറക്കത്തെയും പ്രയോജനപ്പെടുത്തി, ഉറക്കത്തിലും ദൈവം ഞങ്ങളോട് സംസാരിച്ച് അങ്ങനെ ഊണും ഉറക്കവും ജീവിതവും ഉണർവും എല്ലാം പ്രയോജനപ്പെടുത്തി യേശുവിനോടൊത്ത് ജീവിതയാത്ര ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് നീ പഠിപ്പിച്ചതിനാൽ നന്ദി പറയുന്നു. ഞങ്ങൾ വൈകി വരുന്ന പ്രാർത്ഥനയിൽ കിട്ടുന്ന മറുപടികൾ ഞങ്ങൾ പരിഹാസത്തോടെ സാറായെ പോലെ ചിരിച്ചു തള്ളിയിട്ടുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ ഓർക്കുന്നു. അങ്ങനെയുള്ള കേസ് ഞങ്ങൾക്കുണ്ട്, അതല്ലേ ഞങ്ങൾ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ചപ്പോൾ കാര്യം നടന്നില്ല, ആ സമയത്ത് അസ്ഥാനത്ത് വന്നിരിക്കുന്നു പറഞ്ഞ് ദൈവത്തിന്റെ പദ്ധതിയെ ഞങ്ങൾ പുച്ഛിച്ചവരും പരിഹസിച്ചവരുമാണെന്നുള്ള കാര്യം ഞങ്ങൾ സമ്മതിക്കുന്നു. അങ്ങനെയുള്ള കേസ് ഒരു 100-നും 64 ഇടയിലുള്ള കേസുള്ളവരാണ് ഞങ്ങൾ. താങ്ങികൾ 100-നും 61 ഉള്ളവരാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അത് 2 ലക്ഷം ജീവനെ പകർന്നു തന്നതിന് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയെങ്കിലും ഞങ്ങൾക്ക് നീ തരുന്ന വാക്തത്വങ്ങളും അനുഗ്രഹങ്ങളും വചനങ്ങളും അത് 2 കൈ നീട്ടി വാങ്ങിച്ച് ഞങ്ങൾ അതിനോട് സഹകരിച്ചതാണ്. കർത്താവിന്റെ ദാസൻ നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് മാതാവിനെ പോലെ അതിനോട് സഹകരിപ്പാൻ നിങ്ങളെ സഹായിക്കണമേ, പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഉൽപ്പത്തി പുസ്തകം 20 അധ്യായത്തിൽ കൊടുത്തുന്ന സന്ദേശങ്ങൾക്ക് നന്ദി പറയുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായ മറ്റൊരു അനുഭവം, അബ്രഹാമിന് ദൈവം കൊടുത്ത സാറായ ഒരു രാജാവ് തട്ടിക്കൊണ്ടുപോയപ്പോൾ അവൻ പ്രവചനം നൽവരം ജ്വലിപ്പിച്ചിട്ട് ആ പ്രശ്നം കൈകാര്യം ചെയ്തിട്ട് ആ കുടുംബം വീണ്ടും ഭദ്രമായ അവസ്ഥയിലേക്ക് രാജാവിന്റെ സംരക്ഷണ വലയത്തിലേക്ക് മാറ്റപ്പെടുന്ന ഒരു രംഗം ഞങ്ങൾ തന്നെ സ്തുതിക്കുക. അയൽക്കാരുടെ സഹായികളെ മോഹിക്കരുത് എന്നുള്ളതായ പുറപ്പാട് പുസ്തകം 20-17 വചനപ്രകാരം ഞങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഞങ്ങൾക്കില്ലാത്തതോ ഞങ്ങളുടേതല്ലാത്തതോ ഞങ്ങൾ അനുവദിക്കാത്ത പല കാര്യങ്ങളും മോഹിച്ചിട്ട് കർത്താവെ ഞങ്ങളുടെ ആലോചനകൾ അന്ധകാരമായി പോയി അത് ബന്ധനമായിട്ടുണ്ട് സമ്മതിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 20:8 എന്ന് ഞങ്ങൾ കേട്ടതനുസരിച്ച് അബ്രഹാമിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഭാര്യയായ സാറായെ ഭദ്രമായി തിരികെ കിട്ടുന്ന രംഗോർത്ത് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. കർത്താവിനാൽ നൽകപ്പെടുന്ന ജീവിത പങ്കാളികളെ ആര് കണ്ടുവച്ചാലും ദൈവം അവരെ തിരികെ കൊടുക്കുമെന്നും അവർക്ക് മറവെക്കുമെന്നും അവരെ ആർക്ക് എടുക്കാനൊക്കെ എന്നുള്ള വലിയ കാര്യങ്ങൾ പ്രത്യാശയ്ക്ക് പോകുന്നതായിരിക്കുന്നു. ദൈവമേ, നീ തന്നതായ ഭാര്യയെ ഭർത്താവ് എത്ര ദൂരെയാണെങ്കിലും എവിടെയാണെങ്കിലും ആര് കൊണ്ടുപോയാലും നീ അവരെ ശിക്ഷിച്ചിട്ട് അവരെ തിരികെ കൊടുക്കുന്ന നിന്റെ നീതി ഓർത്ത് ഞങ്ങൾ അതിനെ സ്തുതിക്കുന്നു.
അബ്രഹാമിന്റെ ഭാര്യയായ സാറായെ രാജാവ് തട്ടിക്കൊണ്ടുപോയെങ്കിലും അവനെ ശിക്ഷിച്ച് രോഗികളാക്കി അവരെ വിഷമിപ്പിച്ച് അവരോട് കർത്താവ് എന്ന് സംസാരിച്ച് അബ്രഹാമിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് അവിടെ പ്രശ്നം പരിഹരിച്ചിട്ട് ആ രാജാവിന്റെ സംരക്ഷണയിൽ ആ സാറായും അബ്രഹാമും ജീവിച്ചതായ കാര്യം ഓർത്തത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെയും കുടുംബജീവിതമായാലും സന്യാസ ജീവിതമായാലും നീ ഞങ്ങളെ എങ്ങനെ വിളിച്ചിരിക്കുന്നോ അവിടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സഹായികളെയും സംരക്ഷകരെയും കൂട്ടുകാരെയും എല്ലാം നീ സംരക്ഷിച്ചു തരുന്നവനായി ഞാൻ സ്തുതിക്കുന്നു. ആരെങ്കിലും അതിനെ തെറിപ്പിച്ചാൽ അതിനെ തിരികെ കൊടുക്കാൻ കൊണ്ട് നീ ജാഗ്രതയുള്ളവനാണ് നിങ്ങളെ പഠിപ്പിച്ചാൽ നന്ദി പറയുന്നു. അബ്രഹാമിന്റെയും സാറയുടെയും കുടുംബം അത്യാഗ്രഹികളായവരിൽ നിന്ന് വേർതിരിച്ച് സംരക്ഷിച്ചതുപോലെ എൻ്റെ തുണകളെയും ഇണകളെയും അപഹരിക്കാൻ ആഗ്രഹിക്കുന്നവരെ ശിക്ഷിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ പ്രവചന നൽവരം പ്രയോഗിച്ച് എത്രയാണെന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രവചന നൽവരത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ മാമോദിസായിലൂടെ വീണ്ടും ദിനത്തിലൂടെ ഇത് ഞങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചു കേട്ടതുപോലെ ഞങ്ങൾ പ്രവചന നല്ലവരമുള്ള യേശുവിന്റെ സഹോദര വർഗത്തിലേക്ക് വീണ്ടും ജനിച്ചവരാകിയാൽ ആ പ്രവചന നല്ലവരം ജ്വലിപ്പിച്ചാൽ ഞങ്ങൾക്ക് യഥാസ്ഥാനപ്പെടുവാനും ഞങ്ങളുടെ സഹായികളെയും തുണകളെയും ആരെങ്കിലും അപകരിച്ചാൽ അവരെ തൊടാതെ തിരികെ ഞങ്ങൾ കിട്ടാനും ഇടയാകും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് വളരെയധികം പ്രത്യാശ നൽകിയിരിക്കുന്നു. ഭാര്യയോ ഭർത്താവോ വേലക്കാരോ അത്യാഗ്രഹികൾ തണ്ടിക്കൊണ്ട് പോയിട്ട് എനിക്ക് തിരികെ ദൈവം തരാഞ്ഞതിന്റെ കാരണം എന്താണ്? അതിന്റെ ഞാനാണോ എന്റെ കാരണക്കാരൻ, അത് ഞാനാണോ എന്റെ കാരണക്കാരി എന്ന് ഞങ്ങളോട് തന്നെ ചോദിക്കുന്നു. മത്തായി 19:9 പരസംഗം നിമിത്തം ഭാര്യയെ ഉപേക്ഷിക്കാൻ കൽപ്പിച്ച ദൈവം ഭാര്യയെ വശീകരിക്കുന്നവരെ ശിക്ഷിക്കാതെ പരസംഗത്തിന് വിട്ടുകൊടുക്കുന്നത് അവൾ ഉപേക്ഷിക്കപ്പെടാൻ അർഹതയാണെന്ന് തെളിയിക്കാനാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. 2 ശമൂവേൽ 12:13 ഊരിയാവിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയ ദാവീദിനോട് പറഞ്ഞ കാര്യം ഞങ്ങളോട് ഞെട്ടുന്നു. ദാവീദിന്റെ ഭാര്യയെ ദൈവം അയൽക്കാരന് കൊടുക്കുമെന്ന് പറഞ്ഞ് അവനെ ശിക്ഷ കൊടുത്തു. ദാവീദിന്റെ ഭാര്യയെ ദൈവം അയൽക്കാരന് കൊടുത്തതുപോലെ ജീവിത പങ്കാളിയെ ദൈവം മറ്റാർക്കെങ്കിലും കൊടുക്കത്തക്കതായ പാപ കേസുകൾ ഇനി ഉണ്ടോ എന്ന് നോക്കി ഈ നോമ്പിൽ തന്നെ ആ കേസ് എടുപ്പിച്ച് ജീവിത പങ്കാളി ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് തന്നെ കേസ് തീർത്ത് കർത്താവ് ഞങ്ങളുടെ ഞാൻ പ്രിയപ്പെട്ട സകലരെയും സംരക്ഷിച്ചു തരാൻ ഇനിയുള്ള നോമ്പിന്റെ ദിവസം മുഖാന്തരമാക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റുവാനായിട്ട് തന്നെ.